അന്ന് ക്യാരവാനൊന്നും ഇല്ലല്ലോ, ലൊക്കേഷനൊക്കെ ഇരിക്കുമ്പോൾ സംസാരങ്ങളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംസാര രീതിയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തം ഓർക്കുന്നുണ്ടോ? ഒന്നോർത്ത് ഒരു സംസാര രീതി മമ്മൂക്കാടെ ലാലേട്ടൻ ഒന്ന് പറഞ്ഞു വെച്ചൊരു കാര്യം ഓർത്തെടുത്തേ. മമ്മൂക്കയുടെ എനിക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ അങ്ങനെ ഒരു ലൊക്കേഷനിൽ എന്നെ കണ്ടതാണ്. എനിക്ക് നേരത്തെ പറഞ്ഞതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കേനെ ആദ്യം കാണുന്നത് ആറ്റുവഞ്ചി വിലഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമയിൽ, KT എഴുതിയ സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാൻ വന്ന്, ലക്ഷ്മിയൊക്കെയാണ്. അപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ കാണുന്നത് മഹാനഗരം എന്ന് പറഞ്ഞ KG ജോർജിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോണ സമയത്ത് നമുക്ക് ഭയങ്കര ടോപ്പിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ കാണുന്നുണ്ട് ദൂരം നമുക്ക് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരാളെ നേരിട്ട് നിന്ന് പരിചയപ്പെടുക, സംസാരിക്കുക, അതൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും ഒക്കെ മനസ്സിലുണ്ടെങ്കിലും പ്രകടിപ്പിക്കാൻ കുറച്ച് എനിക്ക് ഭയങ്കര മടിയാണ്. നമുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടു, ഞാൻ നേരെ പോയി മേക്കപ്പ് ചെയ്യാനിരുന്നു. മമ്മൂക്ക എന്നെ കണ്ടു. മമ്മൂക്കൊക്കെ അറിയാമല്ലോ ആരാ വരുന്നതെന്നൊക്കെ അറിയാമല്ലോ, ഏത് റോൾ ചെയ്യാനാണ് വരുന്നതൊക്കെ അറിയാം. അപ്പോൾ പിന്നെ അവിടുന്ന് കുറേ സമയം ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരമായി, രാത്രി വരെ ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് പോയിട്ടില്ല. മേക്കപ്പ് എല്ലാം അഴിക്കുന്ന സമയമുണ്ടല്ലോ, പാക്കപ്പ് പറഞ്ഞ സമയത്ത് മേക്കപ്പ് അഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ. മമ്മ നേരെ നടന്നു വന്നു. ഞാൻ മമ്മൂട്ടിന്ന് പറഞ്ഞു. ഞാൻ തകർന്ന് ഐസായിപ്പോയി സത്യം പറഞ്ഞാൽ. ഞാൻ വേഗം ചാടി എണീറ്റു. ഞാൻ അയ്യോ ഒന്നും വിചാരിക്കരുത്, അല്ലല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാനേ നിങ്ങളെ എത്രയോ വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് മഞ്ചേരിയിൽ നിങ്ങളൊക്കെ അവിടെ ഗാനമേളക്കൊക്കെ വരാറില്ല മാപ്പിളപ്പാട്ട് പാടാൻ. അന്ന് ഞാനവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് അന്ന് നമുക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് കുറെ ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ആ വരവ് എനിക്ക് വല്ലാത്തൊരു, നമ്മളില്ലാതെ പോവല്ലേ അവിടെ. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലല്ലോ, രാത്രി വരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ശ്രദ്ധിക്കാത്തോണ്ടല്ല, ഞാൻ ചെല്ലുന്നില്ല. അതെനിക്ക് ബഹുമാനം ഇല്ലാത്തോണ്ടല്ല, ഇഷ്ടമില്ലാത്തോണ്ടല്ല, എനിക്ക് മടിയും ചെറിയ ഭയം ഉണ്ടാവൂല്ലോ നമുക്ക്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന്നത് ഇപ്പോഴും എനിക്ക് ഭയങ്കര കുറവാട്ടോ അത്. അങ്ങനെ പിന്നെ ലാലിനെ അതിന് ശേഷം ലാലാണ് ധനത്തിന് കണ്ടതിന് ശേഷം ലാലാണ് എന്നെ ഉള്ളടക്കം ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കിലുക്കം ഉള്ളടക്കമൊക്കെ, ഉള്ളടക്കത്തിനടുത്തുനിന്ന് ലാലിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബലി എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ പവിത്രേട്ടൻ്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് അങ്ങോട്ടേക്ക് ഒരു ഫോൺ വന്നു. അന്ന് ലാൻഡ് ഫോണാണല്ലോ, മൊബൈലൊന്നുമില്ലല്ലോ. ആ പറഞ്ഞ്, ചേച്ചി പിന്നെ ഒരു ഫോണുണ്ട് മോഹൻലാലിൻ്റെ. ഞാൻ പറയാം എന്നെയോ? ഓടിച്ചെന്ന് ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ട്, പേര് പറഞ്ഞോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ. ഭയങ്കര അതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അങ്ങനെ ലാല് വഴിയാണ് അത് കിലുക്കത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലും ഗംഭീര വേഷമാണല്ലോ. അങ്ങനെ മുരളിയേട്ടൻ്റെ ഭാര്യയായിട്ട്. അല്ല, മുരളിയേട്ടൻ്റെ കൂടെ ധനത്തിലും വെക്കുമ്പോൾ മുരളിയേട്ടൻ്റെ കൂടെ വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. മുരളിയേട്ടൻ വേറൊരു ക്യാരക്ടറാണല്ലോ അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു സിനത്ത് എന്നൊരു ആക്ടറിന് ഒരു ഭയങ്കര ഭാഗ്യമുണ്ട്. കാരണം ഈ പറയുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ കൂടെ നിന്നിട്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും അഭിനയിക്കാൻ പറ്റുന്നുണ്ടല്ലോ. തീർച്ചയായും. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും ആ പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി ഡയറക്ടറും പ്രൊഡ്യൂസറും വിളിക്കുന്നുള്ളതാണ്. അതെ 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 അതെ. സിനത്തൊന്ന ആക്ടറെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ വിളിക്കുന്നത്. അതെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.